ഓക്കെ, എത്ര എമൗണ്ടിനായിരുന്നോ ഞാൻ അസറ്റ് വാങ്ങിയത് അതിൽ നിന്നും എന്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആഡ് ചെയ്ത് വരാം. ഇയർ 1 ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ ആയിട്ടുള്ള 30,000 അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഉണ്ടാവുള്ളൂ. ഇനി ഇയർ 2 സഞ്ചരിച്ചാൽ ഇയർ 2 ഡിപ്രിസിയേഷനും കൂടി ആഡ് ചെയ്തിട്ട് ഇയർ 2 ഡിപ്രിസിയേഷൻ ആയിട്ട് 30,000 കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ 60,000 ആണ് എന്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ. ഓക്കെ, അപ്പോൾ 1,50,000 നിന്നും 60,000 കുറച്ചാൽ 90,000 ആണ് എന്റെ ബുക്ക് വാല്യൂ ഉണ്ടാവുക. സോ ഈ 60,000 എന്താ, ഇയർ 2 ഓൾറെഡി ഇയർ 2 ആയപ്പോൾ എത്ര എമൗണ്ട് ഡിപ്രിസിയേറ്റ് ചെയ്തു? 1,50,000 60,000 ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനർത്ഥം ഇനി 90,000 കൂടി ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് ഇയർ 2 സമയമായപ്പോൾ. അതാണല്ലോ നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. സോ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം റിമൈനിങ് ഡിപ്രിസിയേഷൻ എന്ന് പറയാം. അതായത് എത്രയാണോ ഇനി ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്, അതായത് ആ ഒരു അസറ്റിന്റെ എത്ര കോസ്റ്റ് ആണോ ഇനി അലോക്കേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്, അഥവാ നമ്മളെ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാൻ ബാക്കിയുള്ളത്, അതാണ് അസറ്റിന്റെ ബുക്ക് വാല്യൂ. ആ ഒരു വാല്യൂലായിരിക്കും ആ അസറ്റ് ബാലൻസ് ഷീറ്റിൽ കിടക്കുക. ഓക്കെ, അസറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് വാല്യൂ ആയിരിക്കും എപ്പോഴും ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു കേസിൽ 5 വർഷത്തെ ബുക്ക് വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇയർ 0, ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5. 5 വർഷത്തേക്കുള്ള ബുക്ക് വാല്യൂ ഈ ഒരു കേസിൽ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുന്നത് കോസ്റ്റ് ഓഫ് അസറ്റ് 1,50,000 ആണ്. കോസ്റ്റ് ഓഫ് അസറ്റ് 1,50,000 ആണ്. ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എല്ലാ വർഷവും സെയിം ആണ്, സ്ട്രേറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ ആണ്. അഥവാ 1,50,000 എന്ന് പറഞ്ഞ കോസ്റ്റ് 5 വർഷത്തേക്ക് അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു വർഷം 30,000 എക്സ്പെൻസ് വരും. ആ 30,000 ആണ് നമ്മൾ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ്. സോ ദ കോസ്റ്റ് ഓഫ് അസറ്റ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഇയർ 0, ഇയർ 1, 2, 3, 4, 5. ഓക്കെ, അതിൽ നിന്ന് എന്റെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എത്രയാണെന്ന് ഞാൻ എഴുതുന്നുണ്ട്. എല്ലാ വർഷവും സെയിം ആയിരിക്കും. എല്ലാ വർഷവും സെയിം ആയതുകൊണ്ട് ഞാൻ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതില്ല, കാരണം എല്ലാ വർഷവും 30,000 ആണല്ലോ വരിക. ഞാൻ അതിന് പകരം അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഇവിടെ എഴുതാൻ പോകും. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ, അതായത് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആഡ് ചെയ്ത് വരുന്ന ആ ഒരു എമൗണ്ട് അത് ലെസ് ചെയ്താൽ കിട്ടുന്ന സാധനമാണ് എന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ആണല്ലോ, നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ, ഈ ബുക്ക് വാല്യൂ ഓരോ ഇയറിലെയും ബുക്ക് വാല്യൂ ഇയർ 0 സമയം, അതായത് സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് 1,50,000 ആണ് ഇതിന്റെ കോസ്റ്റ് ഓഫ് അസറ്റ്. അതെല്ലാ വർഷവും സെയിം ആണ്. ഇതിന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് സെയിം ആയിരിക്കും, പക്ഷെ ബുക്ക് വാല്യൂ ആണ് ചേഞ്ച് ആവുക. ഓക്കെ, ഇയർ 5 വരെ പോയാലും എന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് സെയിം ആണ്. എന്താ മാറാൻ പോകുന്നത്? ഇതാ ഇയർ 0 ഞാൻ ഡിപ്രിസിയേഷൻ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 0, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അടുത്ത വർഷം ഫസ്റ്റത്തെ ഇയറിലാണ് നമ്മൾ ആദ്യത്തെ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യണത് അല്ലെ? ഇയർ 0 സമയത്ത് നമ്മൾ അസറ്റ് വാങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാനായിട്ടില്ല. ഇയർ 1 നമ്മൾ ഫസ്റ്റ് ആ ഒരു ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇയർ 1 ഡിപ്രിസിയേഷൻ ആയിട്ടുള്ള 30,000 റെക്കോർഡ് ചെയ്താൽ എന്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഇപ്പൊ 30,000 ആയി. അതായത് ഇത്രയും നേരം നമ്മൾ ഇയർ 1 വരെ സഞ്ചരിച്ചപ്പോൾ 30,000 ഡിപ്രിസിയേഷൻ ആണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതായത് ആ അസറ്റിന്റെ 1,50,000 എന്നുള്ള ആ ഒരു കോസ്റ്റില് 30,000 ഞാൻ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു ഇയർ 1 അല്ലെ? ഇയർ 0 സമയത്ത്
നമ്മൾ ബുക്ക് വാല്യൂ ആണ് ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബുക്ക് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും നമ്മുടെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ ഇയർ 0, ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5. ഓക്കെ, ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് 1,50,000 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ കിട്ടാൻ പോകുന്ന 30,000 ആണ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് നമുക്കറിയാം. സോ ഇയർ 1 എന്റെ കോസ്റ്റ് ഓഫ് അസറ്റ്, ഇയർ 0 കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എത്രയാണോ അത് ലെസ് ചെയ്യേണ്ടത്, ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആഡ് ചെയ്ത് വന്നു അത് ചെയ്താൽ എന്റെ ബുക്ക് വാല്യൂ എനിക്ക് കിട്ടും. ഓക്കെ, ഇതാ കോസ്റ്റ് ഓഫ് അസറ്റ് എല്ലാ ടൈമിലും സെയിം ആണ്, 1,50,000, 1,50,000. ഓക്കെ, നമ്മൾ ഫസ്റ്റ് അക്യുമുലേറ്റ് ഡിപ്രിസിയേഷന് ഇതാ നമ്മുടെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഇയർ 0 ഒന്നുമില്ല, അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഒന്നും ആയിട്ടില്ല. ഓക്കെ, നമ്മൾ ഡിപ്രിസിയേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ബുക്ക് വാല്യൂ ഇയർ 0 1,50,000 ആണ്. ഇയർ 0 നമ്മൾ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ അസറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1,50,000 ആണ്. ഇയർ 1 ആകുമ്പോൾ എന്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 30,000 ആവും. ഓക്കെ, ഞാൻ 30,000 ഡിപ്രിസിയേഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്താൽ എന്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 1,50,000 റിഡ്യൂസ് ആയിട്ട് 1,20,000 ആയിരിക്കും ഇയർ 1 ബുക്ക് വാല്യൂ. ഓക്കെ, സോ ഈ 1,20,000 എന്ന് പറഞ്ഞാൽ എന്താ, ഈ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ ഓൾറെഡി എത്ര ഡിപ്രിസിയേഷൻ ചെയ്തു. ഓക്കെ, ഇയർ 1 സമയമായപ്പോൾ 30,000 ഓൾറെഡി ചെയ്തു, ഇനി 20,000 ചെയ്യാൻ ബാക്കിയുണ്ട്. അതാണ് ആ 1,20,000 അർത്ഥം. ഇനി എത്ര എക്സ്പെൻസ് ആണോ, ഇനി ആ അസറ്റിന്റെ 1,50,000 എത്ര എക്സ്പെൻസ് ആണോ ഇനി അലോക്കേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്, അതായിരിക്കും അതിന്റെ ബുക്ക് വാല്യൂ. ഓക്കെ, അതിന്റെ ബാലൻസ് ഷീറ്റിലെ എമൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇയർ 1 ആയപ്പോൾ ഇയർ അസറ്റിന് 1,50,000 വാല്യൂ നമ്മൾ കൊടുത്തിരുന്നു. ഇയർ 1 ആയപ്പോൾ ഒരു വർഷം മുന്നോട്ട് പോയപ്പോൾ അതിന്റെ വാല്യൂ റെഡ്യൂസ് ആയി 1,20,000 എത്തി. മനസ്സിലായിട്ടില്ലേ? ഇനി ഇയർ 1 നിന്നും ഇയർ 2 പോയാൽ ഇതാ എന്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ഇയർ 1 30,000, ഇയർ 2 അടുത്ത 30,000 ഞാൻ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ റെക്കോർഡ് ചെയ്താൽ എന്റെ ടോട്ടൽ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് 30,000 നിന്നും ഇൻക്രീസ് ആയിട്ട് 60,000 ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയർ 2 സമയമാകുമ്പോൾ ഇയർ 2 എത്തിയപ്പോൾ എന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് വീണ്ടും കുറഞ്ഞ 1,50,000 നിന്നും 60,000 അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്താൽ 90,000 ആയി എന്റെ ബുക്ക് വാല്യൂ. ഓക്കെ, ഇനി ഇയർ 3 വരുമ്പോൾ ഈ 60,000 അടുത്ത ഇയർ 3 30,000 ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കൂടി ഞാൻ ആഡ് ചെയ്യണം. ഓക്കെ, എത്ര അതിന്റെ ടോട്ടൽ ഡിപ്രിസിയേഷൻ 90,000 ആയി. ഞാൻ ടോട്ടൽ ഡിപ്രിസിയേഷൻ ചെയ്ത എമൗണ്ട് 90,000 ആയി. അങ്ങനെയാണെങ്കിൽ ഇയർ 3 കഴിഞ്ഞാൽ എന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 1,50,000 മൈനസ് 90,000 ആണ്, അഥവാ നമ്മുടെ 60,000. ഓക്കെ, ഇനി ഇയർ 4 1,50,000 മൈനസ് ഇയർ ഫോറിൽ അടുത്ത 30,000 ഞാൻ റെക്കോർഡ് ചെയ്താൽ അടുത്ത 30,000 കൂടി 90,000 ആഡ് ചെയ്താൽ എന്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എത്ര ആരാധന? 1,20,000. അതെ, 1,20,000. 4 വർഷം കൊണ്ട് ഞാൻ ഓൾറെഡി ഡിപ്രിസിയേറ്റ് ചെയ്ത എമൗണ്ട് 1,20,000 ആണ്. അതായത് ഇനി 30,000 കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. അതാണ് എന്റെ ബുക്ക് വാല്യൂ അല്ലെ. റിമൈനിങ് ഡിപ്രിസിയേഷൻ ഇനി എത്ര ഡിപ്രിസിയേഷൻ ആണോ ചെയ്യാൻ ബാക്കിയുള്ളത് അതാണ് എന്റെ ബുക്ക് വാല്യൂ. ഇയർ 5 അടുത്ത ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആയിട്ടുള്ള 30,000 കൂടി ഞാൻ റെക്കോർഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇയർ 5 ഞാൻ ലാസ്റ്റ് 30,000 കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 5 വർഷം കൊണ്ട് 1,50,000 ആയി, 150K. ഓക്കെ, 1,50,000 കംപ്ലീറ്റ് ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇയർ 5 അവസാനത്തോട് കൂടി. അങ്ങനെയാണെങ്കിൽ ഇയർ 5 കഴിഞ്ഞാൽ ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ആ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നുണ്ടോ? കുറഞ്ഞു 0-ലെത്തി. മനസ്സിലായോ? ഈ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാല് നമ്മുടെ എന്താണ് ഈ ബുക്ക് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇയർ 0 ടൈമിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റിന്റെ വാല്യൂ 1,50,000 ആയിരുന്നു. ഒരു വർഷം കഴിയുമ്പോൾ അത് റിഡ്യൂസ് ആയിട്ട് 1,20,000 എത്തി. വീണ്ടും ഒരു വർഷം മുന്നോട്ട് പോയപ്പോൾ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കൂടി 90,000 എത്തി നമ്മുടെ ബുക്ക് വാല്യൂ.
ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കൂടി, നമ്മുടെ ബുക്ക് വാല്യൂ കുറഞ്ഞു അല്ലെ. ഇയർ 3 1,50,000 കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് അക്യുമുലേറ്റ് ഡിപ്രിസിയേഷൻ 90,000 ആണ്. ഇനി എത്ര ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുള്ള 60,000, അതാണ് ബുക്ക് വാല്യൂ ഇയർ 3. ഇയർ 4 1,50,000 ഡിപ്രിസിയേറ്റ് ചെയ്തു, ഇനി ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുള്ള 30,000 ആണ്. ഇയർ 5 1,50,000 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. സോ റിമൈനിങ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അതാണ് നമ്മുടെ ഇയർ 5 ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ബുക്ക് വാല്യൂ എന്താന്ന് മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ ബുക്ക് വാല്യൂ ഒക്കെ വെറും റെക്കോർഡിംഗ് പർപ്പസാണ്. കാരണം നമ്മളെ മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം നമ്മളെ അസറ്റിന്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്താണ് ഇപ്പൊ സംഭവിച്ചത്. ഇയർ 1 അലോക്കേറ്റ് ചെയ്ത്, ഇയർ 2 അലോക്കേറ്റ് ചെയ്ത്, ഇയർ 3 അലോക്കേറ്റ് ചെയ്ത്, ഇയർ 4 ഇയർ 5 അല്ലെ. കോസ്റ്റ് അലോക്കേറ്റ് ചെയ്ത പ്രോസസ്സാണ്. ഡിപ്രീസിയേഷൻ നോൺ ക്യാഷ് എക്സ്പെൻസ് അല്ലേ. ഇയർ 1 30,000 ഞാൻ കൈമുന്ന് എടുത്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ ബുക്ക് വാല്യൂ നമ്മൾ നോക്കുന്നത്? ഈ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ അസറ്റിന് വാല്യൂ കൽപ്പിച്ചിരിക്കുന്ന ഒരു എമൗണ്ട് അല്ലേ. ഈ 1,50,000 ഇയർ 0 ടൈമിൽ ഓൾറെഡി നമ്മൾ ക്യാഷ് കൊടുത്ത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ബുക്ക് വാല്യൂ നോക്കുന്നത്? ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റെക്കോർഡിംഗ് പർപ്പസാണ്. നമ്മളെ അസറ്റിന്റെ കോസ്റ്റ് മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം അലോക്കേറ്റ് ചെയ്ത് 0 എത്തിക്കുക. അതായത് എല്ലാ കോസ്റ്റും അലോക്കേറ്റ് ചെയ്ത് എഴുതി തള്ളുക. അതാണ് സംഭവിച്ചത്. 1,50,000 വാല്യൂ കുറഞ്ഞ് 0 എത്തി ഇയർ 5 ആണ്. അതായത് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് വെറും റെക്കോർഡിംഗ് പർപ്പസ് ആണ്. ഡയറക്ട്ലി നമ്മളെ ക്യാഷ് ഫ്ലോനെ എഫക്ട് ചെയ്യുന്നില്ല, നമ്മൾ ഡിപ്രിസിയേഷൻ പോലെ തന്നെ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ബുക്ക് വാല്യൂ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ടാക്സ് എക്സ്പെൻസ് ആണോ അല്ലെങ്കിൽ ടാക്സ് സേവിങ്സ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ബുക്ക് വാല്യൂ യൂസ് ചെയ്യണം. ഓക്കെ, ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അസറ്റിന് കൊടുത്തിരിക്കുന്ന ഒരു വാല്യൂ. ഓക്കെ, ഏത് എമൗണ്ട് ആണ് ആ അസറ്റിന്റെ വാല്യൂ? ഫോർ എക്സാമ്പിൾ, ഞാൻ അസറ്റ് വിറ്റത് സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് 1 lakh. ഓക്കെ, ഞാൻ വിൽക്കുന്ന സമയത്ത് ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ, ആ അസറ്റിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ വാല്യൂ എന്ന് പറയുന്നത് 50,000 ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, എന്താ അവിടെ സംഭവിച്ചത്? 50,000 മുബശ്ശിർ അവിടെ ശ്രദ്ധിച്ചോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് വേറൊരു എക്സാമ്പിൾ ആണ്, നമ്മൾ റിയൽ സിനാരിയോസിലേക്ക് എത്തിയില്ല. എന്തിനാണ് നമ്മൾ ബുക്ക് വാല്യൂ കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന സാലവേജ് വാല്യൂ ഇതാണ്. നമ്മുടെ സാലവേജ് വാല്യൂ ഈ എമൗണ്ടിനാണ് ഞാൻ അസറ്റ് സെല് ചെയ്തത് അല്ലെ. ഞാൻ 1,00,000 രൂപക്കാണ് സെല് ചെയ്ത്, സാലവേജ് വാല്യൂ എനിക്ക് കിട്ടിയത് 1 lakh ആണ് അല്ലെ. അപ്പോ ഈ 1 lakh എനിക്ക് കിട്ടിയപ്പോൾ ഈ 1 lakh ലാഭമാണോ, ഈ 1 lakh നഷ്ടമാണോ, എത്രയാണ് എമൗണ്ട് ലാഭവും നഷ്ടവും, അതുപോലെ തന്നെ എത്രയാണ് ടാക്സ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ എത്രയാണ് ഇങ്ങോട്ട് കിട്ടുക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ ബുക്ക് വാല്യൂ ആയിട്ട് ഇതിന്റെ സാലവേജ് വാല്യൂനെ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ഡയറക്ട്ലി നമ്മൾ ബുക്ക് വാല്യൂ ക്യാഷ് ഫ്ലോനൊന്നും എഫക്ട് ചെയ്യുന്നില്ല. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ വെറും റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരം ആസറ്റിന്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് മാത്രമാണ് ഡിപ്രിസിയേഷൻ. ആ ഡിപ്രിസിയേഷൻ ഇൻക്രീസ് ആകുമ്പോൾ ബുക്ക് വാല്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വരും. അല്ലാണ്ട് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞിട്ട് 50,000 നമ്മളെ കയ്യിൽ നിന്ന് പോകണമെന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ അവിടെ സംഭവിച്ചത്? ഞാൻ ഏതോ ഒരു എമൗണ്ട് അസ്യൂം ചെയ്തോ 5 lakhനാണ് ഞാൻ എമൗണ്ട് വാങ്ങിയത്. ഓക്കെ, ഞാൻ ഏത് ടൈമിലാണ് വിൽക്കുന്നത് റെലവെന്റ്. കാരണം ഇയർ 5 കഴിഞ്ഞിട്ടാണ് ഞാൻ വിറ്റതെങ്കിൽ അതിന്റെ ബുക്ക് വാല്യൂ ഒന്നും ഇല്ല. ഓക്കെ, പക്ഷെ എല്ലാ കേസിലും നമ്മൾ ആ പ്രൊജക്ടിന്റെ ലൈഫ് തീരുമ്പോഴേ വിൽക്കുള്ളൂ എന്നൊന്നുമില്ല. ചിലപ്പം അതിന് മുന്നേ വിൽക്കേണ്ടി വന്നാലോ. ഇയർ 4 ആയപ്പം എനിക്ക് അസറ്റിന് മാറ്റേണ്ടി തോന്നി, ഞാനത് തൂക്കി വിറ്റ്. ഓക്കെ, അപ്പൊ ഒരു ബുക്ക് വാല്യൂ ഇവിടെ അല്ലേ. ഇയർ 3 വിറ്റാലും ബുക്ക് വാല്യൂ ഉണ്ട്, 60,000 ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അസ്യൂം ചെയ്താൽ മതി, നമ്മളെ പ്രൊജക്ട് വിൽക്കുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണോ ആ അസറ്റിൽ എനിക്ക് കിട്ടിയ സാലറീസ് വാല്യൂ. അതായത് ഈ കേസിൽ ഞാൻ അസറ്റ് 5 ലക്ഷത്തിന് വാങ്ങിയ അസറ്റ് അതിന്റെ ലൈഫ് തീർന്നപ്പോ, അല്ലെങ്കിൽ അതിന്റെ എപ്പോഴോ ഏത് ടൈമിലാണ് ആയിക്കോട്ടെ, ഞാൻ അത് വിറ്റപ്പോൾ എനിക്ക് കിട്ടിയത് 1 lakh. ഓക്കെ, ഞാൻ അത് വിൽക്കുമ്പോൾ ആ അസറ്റിന്റെ എന്റെ ബാലൻസ് ഷീറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 50,000 ആണ്. അതാണ് എന്റെ ബുക്ക് വാല്യൂ. ഓക്കെ, എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ, അതായത് എന്റെ ബുക്സിലുള്ള അക്കൗണ്ടിങ് ബുക്സിലുള്ള എന്റെ അസറ്റിന്റെ വാല്യൂ അഥവാ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞത് 50,000 ആണ്. എന്താ ഇവിടെ സംഭവിച്ചത്? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 50,000 മൂല്യമുള്ള സാധനമാണ് ഞാൻ 1,00,000 വിറ്റത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടിയ 1,00,000 50,000 വാല്യൂ കുറച്ചാൽ റിമൈനിങ് ആയിട്ടുള്ള 50,000 എന്റെ പ്രോഫിറ്റ് ആണ്, അഥവാ ഗെയിൻ. ഓക്കെ, നമുക്കറിയാം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ടെർമിനൽ ക്യാഷ് ഫ്ലോയില് നമ്മൾ ടാക്സ് എക്സ്പെൻസ് അല്ലെങ്കിൽ ടാക്സ് സേവിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഉണ്ട് അല്ലെ. ടാക്സ് ഒന്നെങ്കിൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടും. അത് ഏതെങ്കിലും സംഭവിക്കും. ആ എമൗണ്ട് എത്ര നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എത്ര രൂപക്കാണോ ആസെറ്റ് അവസാനം വിറ്റത്
അത് നമ്മളെ ബുക്ക് വാല്യൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഇവിടെ എന്താ സംഭവിച്ചത്? 50,000 മൂല്യമുള്ള സാധനമാണ് ഞാൻ 1,00,000 വിറ്റത്. അങ്ങനെയാണെങ്കിൽ ഈ 1,00,000 50,000 മൊത്തം എന്റെ പ്രോഫിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 50,000 ഞാൻ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ടാക്സ് എക്സ്പെൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 30% ആണെങ്കിൽ ടാക്സ് പെർസെന്റേജ് എങ്കിൽ ഇതാ ഈ 50,000 30% അഥവാ 15,000 ഞാൻ ഗവൺമെന്റിലേക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഞാൻ 50,000 പ്രോഫിറ്റ് ഉണ്ടാക്കി. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്തപ്പോൾ ഞാൻ 1,00,000 ആണ് റിസീവ് ചെയ്തത്. പക്ഷേ 1,00,000 കംപ്ലീറ്റ് എന്റെ ലാഭമല്ല. കാരണം 50,000 മൂല്യമുള്ള ഒരു അസറ്റ് ആണ് ഞാൻ 1,00,000 വിറ്റത്. അങ്ങനെയാണെങ്കിൽ ഈ 50,000 മാത്രമാണ് എന്റെ പ്രോഫിറ്റ്. ഈ 50,000 മാത്രം ടാക്സ് അടച്ചാൽ മതി. ഇതാ 30% ടാക്സ് അടിക്കാന്ന് പറഞ്ഞാൽ 15,000 ഗവൺമെന്റിലേക്ക് കൊടുക്കണം. ഓക്കെ, എന്താ ഇപ്പോൾ സംഭവിച്ചത്? 1,00,000 കിട്ടി. 1,00,000 കിട്ടി. പക്ഷെ അതിലെ ലാഭം 50,000 ആയിട്ട് ഒരു 15,000 ഞാൻ ഗവൺമെന്റിലേക്ക് അങ്ങോട്ട് കൊടുത്തു. സോ 1,00,000 ഞാൻ റിസീവ് ചെയ്യുന്നു. സ്ക്രാപ്പിന്റെ ഷോപ്പ് കൊണ്ടുപോയെടുത്തപ്പോൾ 1,00,000 കിട്ടി. അതിലൊരു 50,000 ഗവൺമെന്റിലേക്ക് കൊടുത്താൽ റിമൈനിങ് ആയിട്ടുള്ള 85,000 എനിക്ക് ഇന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടേക്ക് ഇപ്പൊ നമ്മൾ കിടക്കണ്ട. ഓക്കെ, കുറച്ച് എന്താ പറയാ, ഓരോ കേസ് നമ്മൾ മെല്ലെ മെല്ലെ ഡിസ്കസ് ചെയ്ത് വരണം. ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ ആ പ്രൊജക്ടിന്റെ ലൈഫൊക്കെ കഴിഞ്ഞിട്ടാണ് വിറ്റത്. ഈ കേസിൽ ഇതാ ഇയർ 5 ഞാൻ ഈ 1,50,000 വാങ്ങിയ അസറ്റ് വിറ്റത് എന്ന് വെച്ചാൽ ഇതൊക്കെ 1,50,000 ആയിരുന്നു ഞാൻ അസറ്റ് വാങ്ങിയത്. 5 വർഷത്തെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 1,50,000 കംപ്ലീറ്റ് ആയി. ഇനി റിമൈനിങ് ഡിപ്രിസിയേഷൻ അഥവാ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 0. അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ ഈ 1,50,000 വാങ്ങിയ ഒരു മെഷീൻ അവസാന വർഷം ഞാൻ വിറ്റത് എന്ന് പറഞ്ഞാൽ വെറും 10,000 രൂപ. സോ ഈ 10,000 രൂപ ഞാൻ റിസീവ് ചെയ്താൽ ഇതിന് ടാക്സ് അടയ്ക്കണോ അല്ലെങ്കിൽ ടാക്സ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. അതായത് ഇയർ 5 എത്രയാണ് ഈ അസറ്റിന്റെ ബുക്ക് വാല്യൂ? എത്ര അസറ്റിന്റെ ബുക്ക് വാല്യൂ നമുക്കറിയാം? 0 ആണ്. കാരണം കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ ഡിപ്രിസിയേഷൻ ചെയ്ത് കഴിഞ്ഞു. ഈ അസറ്റിന്റെ എല്ലാ കോസ്റ്റും നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. 1,50,000 ഡിപ്രിസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒന്നും ഡിപ്രിസിയേഷൻ ചെയ്യാൻ ബാക്കില്ല. അഥവാ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞത് 0 ആണ്. അതായത് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 10,000 കംപ്ലീറ്റിന്റെ ഗെയിനാണ്. ഒരു മൂല്യമില്ലാത്ത സാധനമാണ്, ഒരു വാല്യൂ ഇല്ലാത്ത ഒരു സാധനമാണ് ഞാൻ 10,000 വിറ്റത്. ആ 10,000 കംപ്ലീറ്റിന്റെ ഗെയിൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 10,000 കംപ്ലീറ്റ് ഞാൻ ടാക്സ് അടക്കേണ്ടി വരും. എന്താ ഇതിന്റെ ടാക്സ് പെർസെന്റേജ് പറഞ്ഞാൽ 30% ആണെങ്കിൽ ഞാൻ ഈ ലാഭം ഉണ്ടാക്കിയ 10,000ന്റെ 30% അഥവാ 3,000 ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് എക്സ്പെൻസ് ആക്കിയിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യേണ്ടി വരും. ടാക്സ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഈ 3,000 എന്റെ ഇന്റർ ടെർമിനൽ ക്യാപിറ്റലിലേക്ക് ഞാൻ ഒരു ഔട്ട്ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം ഞാൻ എന്റെ പോക്കറ്റിൽ നിന്നും ഒരു 10,000 അല്ല 10,000 കിട്ടിയതിൽ നിന്നും ഒരു 3,000 എടുത്ത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യാം. ഓക്കെ, ഇനി ഒരു ലോസ് കയറുന്ന കേസ് പറയാം. ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ പറയാൻ പാടില്ല, മെല്ലെ മെല്ലെ ചെയ്തു വരാൻ വേണ്ടി. ഏതായാലും ഇവിടുത്തെ സ്ഥിതിക്ക് ഒരു ലോസ് കൂടി കാണിച്ചു തരാം. ഞാൻ സാൽവേജ് വാല്യൂ എനിക്ക് കിട്ടിയത് 10,000. ശരിയാണ്, 10,000 എനിക്ക് കിട്ടിയത്. പക്ഷെ ഞാൻ ആ 10,000 വിറ്റ സമയത്ത് ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞത് 50,000 ആയിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം? 50,000 മൂല്യമുള്ള സാധനം ഞാൻ വിറ്റത് വെറും 10,000-നാണ്. ഓക്കെ, എനിക്ക് 10,000 കിട്ടുള്ളൂ. അതായത് ഈ അസറ്റ് ഡിസ്പോസ് ചെയ്തപ്പോൾ എനിക്ക് 40,000 നഷ്ടമാണ്. 10,000 മൈനസ് 50,000 ചെയ്താൽ -40,000 കിട്ടൂലേ? ലോസ് വന്നാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരില്ല. നമുക്ക് ഗവൺമെന്റ് ടാക്സ് സേവിങ്സ് തരും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് സേവിങ്സ് തരും. 30% ആണെങ്കിൽ 12,000 ആണ് ഈ കേസിൽ എന്റെ ടാക്സ് സേവിങ്സ്. ഗെയിൻ ആയപ്പോ ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. 3,000 ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ ലോസ് ആയപ്പോ എനിക്ക് 12,000 ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് തന്നു. അത് ഇൻഫ്ലോ ആണ്, ഞാൻ ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ ടെർമിനൽ ക്യാഷ് ഫ്ലോ ഇങ്ങനെ ആയിരുന്നു എഴുതിയത്. മൈനസ് ഓർ പ്ലസ് ടാക്സ് എക്സ്പെൻസ് ഓർ ടാക്സ് സേവിങ്സ്. അല്ലെ, ടാക്സ് എക്സ്പെൻസ് ആണെങ്കിൽ ഈ 3,000 ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ്. കാരണം ഗെയിൻ ആയതുകൊണ്ട് ഞാൻ അത് ലെസ് ചെയ്യണം. ഔട്ട്ഫ്ലോ ആണ്, ഞാൻ ലെസ് ചെയ്തു. ഇനി ഞാൻ വിറ്റത് ലോസിനാണെങ്കിൽ എനിക്ക് ടാക്സ് സേവിങ്സ് കിട്ടും. അവിടെ കിട്ടി. ഈ കേസിൽ 40,000 ലോസാണ്. അങ്ങനെയാണെങ്കിൽ 12,000 ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബുക്സ് തരും. അങ്ങനെ തരുമൊന്നുമില്ല, പക്ഷെ ക്യാരി ഫോർവേഡ് തരും. അതുകൊണ്ട് തന്നെ ആ വർഷം നമുക്ക് ക്യാഷ് ഇൻഫ്ലോ കിട്ടിയ പോലെയാണ് നമ്മൾ ഈ 12,000 ട്രീറ്റ് ചെയ്യുന്നത്. ഇൻഫ്ലോ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ചെയ്യേണ്ടി വരും. അതാണ് ടാക്സ് സേവിങ്സ്. ഓക്കെ, ഒരു ഓവറോൾ ഐഡിയ കിട്ടിയില്ലേ? ഇനി ഓരോ കേസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ എക്സ്ട്രീം സിറ്റുവേഷനിലേക്ക് വരെ പോകും. ഓക്കെ.
ഒരു സെക്കൻഡ്. അപ്പോ എങ്ങനെയാണ് ഒരു അസറ്റിന്റെ ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പഠിച്ചു. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ആ അസറ്റിന്റെ ബാലൻസ് ഷീറ്റിലുള്ള വാല്യൂ, അതായത് എത്ര എമൗണ്ട് ആണ് നമ്മൾ ആ അസറ്റിന് കൽപ്പിച്ചിരിക്കുന്നത്, അതാണ് ഇതിന്റെ ബുക്ക് വാല്യൂ. സോ നമ്മൾ ഈ പ്രോജക്റ്റിന്റെ ലൈഫ് കഴിഞ്ഞിട്ട് അവസാന വർഷം ആ അസറ്റ് വിറ്റാൽ അതിന്റെ ലാഭം ആണോ നഷ്ടമാണോ, അതായത് ടാക്സ് അങ്ങോട്ട് കൊടുക്കണോ അല്ലെങ്കിൽ ടാക്സ് ഇങ്ങോട്ട് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ അസറ്റിന്റെ സാൽവേജ് വാല്യൂ കിട്ടിയതിനെ ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലാവും ലാഭമാണോ നഷ്ടമാണോ, അഥവാ ടാക്സ് അങ്ങോട്ട് കൊടുക്കണോ ടാക്സ് ഇങ്ങോട്ട് കിട്ടുമോ നമുക്ക് മനസ്സിലാവും. സോ ബുക്ക് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. വിസിബിൾ അല്ലേ? ഓക്കെ. സോ നിങ്ങൾ എന്ത് എഴുതേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ബുക്ക് വാല്യൂ കാൽക്കുലേഷൻ അണ്ടർ ടാക്സ് ബേസിസ്. എന്തുകൊണ്ട് ഇവിടെ അണ്ടർ ടാക്സ് ബേസിസ് എന്ന് പറഞ്ഞു, അത് തൽക്കാലം ബ്രാക്കറ്റിൽ ഇട്ടോ. എന്താണ് അത് മീൻ ചെയ്യണമെന്ന് ഞാൻ കുറച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ. സോ നിങ്ങൾ നോട്ടിലേക്ക് വേണമെങ്കിൽ ഇത് എഴുതിക്കോ, ഒന്ന് റഫായിട്ട് എഴുതിയാൽ മതി. നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അതായത് ബുക്ക് വാല്യൂ കാൽക്കുലേഷൻ, അതായത് ബുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്താൽ മതി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മളെ കോസ്റ്റ് ഓഫ് അസറ്റിലെ എത്ര എമൗണ്ട് ആണോ ഓൾറെഡി നമ്മൾ ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിഞ്ഞത്, അത് ലെസ് ചെയ്താൽ ഇനി എത്ര ഡിപ്രിസിയേഷൻ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് അസറ്റിന്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. സുബിത എഴുതി കഴിഞ്ഞാണോ? ഉം. ഒരു അസറ്റിന്റെ ഡിസ്പോസൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ടാക്സ് അങ്ങോട്ട് കൊടുക്കണം. അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സാലറീസ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, സാലറീസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എമൗണ്ട് കിട്ടും. ഈ എമൗണ്ട് ടാക്സ് അങ്ങോട്ട് കൊടുക്കണോ കിട്ടുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ അസറ്റ് ഡിസ്പോസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ടാക്സ് കൊടുക്കണോ ഇങ്ങോട്ട് കിട്ടുമോ എന്ന് അറിയാൻ നമുക്ക് ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ നമ്മൾ വിൽക്കുന്ന സമയത്ത് എത്രയാണോ അതിന്റെ ബുക്ക് വാല്യൂ എന്ന് അറിയാൻ ആവശ്യമുണ്ട്. ഓക്കെ. സോ ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഞാൻ എഴുതാണ്. ഇനിയാണ് എഴുതുന്നത്, ഇതിന്റെ കൂടെ എഴുതിക്കോ. എന്താ കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്താൽ മതി. അതായത് എന്റെ കോസ്റ്റ് ഓഫ് അസറ്റിലെ എത്ര എമൗണ്ട് ആണ് ഞാൻ ഓൾറെഡി ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിഞ്ഞത്, അത് ലെസ് ചെയ്താൽ ഇനി എത്ര ഡിപ്രിസിയേഷൻ ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് കിട്ടും. അതാണ് ബുക്ക് വാല്യൂ അല്ലെ. അതായത് ഇനി എത്ര ഡിപ്രിസിയേഷൻ ചെയ്യാൻ ബാക്കിയുള്ളത്, അതായത് ബുക്ക് വാല്യൂവിനെ ഞാൻ വേറൊരു പേരിട്ട് വിളിക്കുകയാണ്,
കോമൺ ആയിട്ട് എന്താ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ പേര് വിളിച്ചാൽ എന്താ റിമൈനിങ് ഡിപ്രിസിയേഷൻ എന്ന് പറയാം. അതായത് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ റിമൈനിങ് ഡിപ്രിസിയേഷൻ ആണ്. റിമൈനിങ് ഡിപ്രിസിയേഷൻ നമുക്ക് കാണാൻ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇതാ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻറ്റു റിമൈനിങ് ലൈഫ് ചെയ്താൽ നമുക്ക് ബുക്ക് വാല്യൂ കിട്ടും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മുടെ ബുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് അതൊക്കെ ഞാൻ പ്രൂവ് ചെയ്ത് തരാം ഇൻറ്റു റിമൈനിങ് ലൈഫ് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലാക്കിയതാണ്. ഇനി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ല പേഴ്സൻറ്റേജ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ പേഴ്സൻറ്റേജ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് എത്തുള്ളൂ. ആ കേസിൽ ബുക്ക് വാല്യൂ കാണാൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ എല്ലാ വർഷവും സെയിം ഡിപ്രിസിയേഷൻ ആണ്. ബുക്ക് വാല്യൂ കണ്ടാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആണ്. നമ്മുടെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻറ്റു റിമൈനിങ് ലൈഫ്, ഇനി എത്ര വർഷം റിമൈനിങ് ഉണ്ട് ആ അസറ്റിന്റെ ലൈഫിൽ, അത് ഇൻറ്റു നമ്മളെ ഓരോ വർഷത്തെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്രയാണ് ബുക്ക് വാല്യൂ എന്ന് കിട്ടും. ഓക്കെ, അത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇനി പേഴ്സൻറ്റേജ് മെത്തേഡ് ആണെങ്കിൽ പേഴ്സൻറ്റേജ് മെത്തേഡിനെ കുറിച്ച് നിങ്ങളിപ്പം വേറെ ചെയ്യേണ്ട, അതടക്കം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഏതായാലും ഇപ്പം അവിടെ നിന്ന് എഴുതി വെക്കാം. പേഴ്സൻറ്റേജ് മെത്തേഡ് ആണെങ്കിൽ ബുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു റിമൈനിങ് കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു റിമൈനിങ് ഡിപ്രിസിയേഷൻ പെർസെൻറ്റേജ്. ഇതാണ് നിങ്ങളെ നോട്ടിലുണ്ടാകേണ്ടത്. ബുക്ക് വാല്യൂ ബേസ് ചെയ്തിട്ട് ഇത് എഴുതി കഴിഞ്ഞ് പറയും, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇത്രയും നേരം നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞ് വിളിച്ച സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ വർഷത്തെ ബുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ കുറിച്ചു. അതായത് എത്രയാണോ അസറ്റിന്റെ കോസ്റ്റ് അതിൽ നിന്നും ഇത്രയും കാലം ഡിപ്രിസിയേറ്റ് ചെയ്ത എമൗണ്ട് ലെസ് ചെയ്താൽ ഇനി എത്ര ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് നമുക്ക് മനസ്സിലാവും. അതാണല്ലോ ബുക്ക് വാല്യൂ. ആ ബുക്ക് വാല്യൂ ഞാൻ കോമൺ ആയിട്ട് റിമൈനിങ് ഡിപ്രിസിയേഷൻ എന്ന് വിളിച്ചു. അതായത് അസറ്റിന്റെ എത്ര കോസ്റ്റ് ആണോ ഇനി അലോക്കേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് അതാണ് അതിന്റെ ബുക്ക് വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത് നോക്കാം. എന്താ ഇയർ സീറോയില് ഓക്കെ ഇയർ സീറോയിലെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 1,50,000 ആണ്. ആ 1,50,000 കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻറ്റു റിമൈനിങ് ലൈഫ്. ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് 30,000 ആണ്. റിമൈനിങ് ലൈഫ് 5 വർഷം തന്നെ ബാക്കിയുണ്ട്. കംപ്ലീറ്റ് ലൈഫ് ബാക്കിയുണ്ട്. 1,50,000 കിട്ടും. ഇനി ഇയർ വണ്ണിലേക്ക് വന്നാൽ ഇതാ ബുക്ക് വാല്യൂ റെഡ്യൂസ് ആയിട്ട് 1,20,000 എത്തി. ഈ 1,20,000 കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോ ഓഫീസിലോട്ട് ശ്രദ്ധിച്ചോ. ഇതാ ഇയർ വണ്ണില് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞത് 1,20,000 ആണ്. ആ 1,20,000 കിട്ടാൻ വേണ്ടിയിട്ട് ബുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻറ്റു റിമൈനിങ് ലൈഫ് ചെയ്താൽ മതി. 30,000 ആണ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻറ്റു റിമൈനിങ് ലൈഫ് 5 അല്ല 4 ആണ്. 5ൽ ഒരു വർഷം നമ്മൾ ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30,000 ഇൻറ്റു 4 ചെയ്താൽ 1,20,000 നമുക്ക് കിട്ടും. ഈ 1,20,000 ആണ് ഇയർ വണ്ണിലെ ബുക്ക് വാല്യൂ. ഇയർ വണ്ണിലെ ബുക്ക് വാല്യൂ. ഇയർ ടൂലെ ബുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഞാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻറ്റു റിമൈനിങ് ലൈഫ് 4 3 ആയി റെഡ്യൂസ് ആവും. അങ്ങനെയാണെങ്കിൽ 90,000 ആവും. ഓക്കെ, ഇനി ഇയർ 3ല് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് സെയിം ആണ്. 30,000 ഇൻറ്റു 2 അതായത് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞത് 60,000 ആണ്. ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് 30,000 ആണ്. ഇനി 5 വർഷം കൂടി ബാക്കിയുണ്ട്. ഇനി 5 വർഷം ഇങ്ങനെ കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി. ഇനി 5 വർഷം കൂടി ചെയ്യാൻ ബാക്കിയുണ്ട്. കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതാണ് അതിന്റെ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് റിമൈൻ ഡിപ്രിസിയേഷൻ എന്നാണ് നമുക്കറിയാം. ഇനി എത്ര ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. ഇയർ 1 കഴിഞ്ഞപ്പോൾ ഇനി 4 ഇയേഴ്സ് ആണ് ലൈഫ് ബാക്കിയുള്ളത്. ഇൻറ്റു 30,000 ചെയ്താൽ ഇനി 1,20,000 ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട്. അതാണ് ബുക്ക് വാല്യൂ.
ഓക്കെ, ഇയർ 3 60,000, ഇയർ 2 90, ഇയർ 3 വരുമ്പോൾ 60, ഇയർ 4 വരുമ്പോൾ 30,000 ഇൻറ്റു, ഇനി ഇയർ 4 ആയപ്പോൾ ഇനി ഒറ്റ വർഷം ബാക്കിയുള്ളൂ, 1 ആണ് 30,000. ഓക്കെ, ഇയർ 5 ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 30,000 ഇൻറ്റു 0. കാരണം ഇനി റിമൈനിങ് ലൈഫ് 0, 5 വർഷം കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ ബുക്ക് വാല്യൂ 0 അല്ലെ. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ കുറച്ചും കൂടി എളുപ്പം. ഈ എമൗണ്ട് തന്നെയാണ് ഇവിടെ നേരത്തെ കിട്ടി അല്ലെ, ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ. സോ ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിന് ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ആ അസറ്റിന്റെ ബുക്ക് വാല്യൂ, ആ അസറ്റിന്റെ ബാലൻസ് ഷീറ്റിലെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയണം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് കിട്ടും നമുക്ക്. ഇതാ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻറ്റു റിമൈനിങ് ലൈഫ് ചെയ്താൽ മതി. ഇതാ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻറ്റു റിമൈനിങ് ലൈഫ് ചെയ്താൽ ബുക്ക് വാല്യൂ കിട്ടും. ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു സാധനം നിങ്ങൾ മൈൻഡിൽ ഉണ്ടാവണം. കാണാപ്പാടം പഠിക്കുന്നു വേണ്ട, എത്രയാണോ ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത് അതാണ് അതിന്റെ ബുക്ക് വാല്യൂ. ഇനി എത്ര എമൗണ്ട് ആ ഡിപ്രിസിയേഷൻ ചെയ്യാൻ ബാക്കിയുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇന്ത്യ എത്ര വർഷമാണ് ചെയ്യാൻ ബാക്കിയുള്ളത് അത് ചെയ്താൽ കിട്ടും. ഓക്കെ, അങ്ങനെ മൈൻഡിൽ ഉണ്ടായാൽ മതി. ഇത് നിങ്ങൾ എഴുതണ്ട, ഈ ഇക്വേഷൻ നിങ്ങളുടെ നോട്ടിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പറഞ്ഞ സ്ഥിതിക്ക് ജസ്റ്റ് റഫ് ആയിട്ട് പറയാം. പേഴ്സണൽ മെത്തേഡ് നമ്മൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പേഴ്സണൽ മെത്തേഡിലേക്ക് എത്തുള്ളൂ. ഓക്കെ, പെർസെന്റേജ് മെത്തേഡിൽ ഡിപ്രിസിയേഷൻ കാണാൻ, ബുക്ക് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു റിമൈനിങ് ഡിപ്രിസിയേഷൻ പെർസെന്റേജ് ചെയ്യാനുള്ള ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പെർസെന്റേജ് മെത്തേഡിലേക്ക് വരുമ്പോൾ നമ്മളെ എല്ലാ വർഷത്തിലും ഡിപ്രിസിയേഷൻ പെർസെന്റേജ് മാറും. ഡിപ്രിസിയേഷൻ ഓരോ വർഷം എത്ര ഡിപ്രിസിയേഷൻ ആണ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഓൾറെഡി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും, അത് നമ്മൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര പെർസെന്റേജ് ആണ് ഓരോ വർഷം വരാൻ നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കില്ല. ഓരോ വർഷം എത്ര പെർസെന്റേജ് ആണ് ഡിപ്രിസിയേഷൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് തരും. ഫോർ എക്സാമ്പിൾ, ഇയർ 1 30% ആണ് ഡിപ്രിസിയേഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇയർ 1 ഓൾറെഡി 30% ചെയ്ത് കഴിഞ്ഞു. ശ്രദ്ധിച്ചോ, ഞാൻ എല്ലാ വർഷത്തും ഡിസ്കസ് ചെയ്യുന്നില്ല, ഒറ്റ ഇയറിന് മാത്രം. ഇയർ 1 30%, ഇയർ 2 20, ഇയർ 3 അങ്ങനെ അങ്ങനെ കുറെ 5 വർഷം കൊണ്ട് കംപ്ലീറ്റ് 100% ഡിപ്രിസിയേഷൻ ചെയ്യേണ്ടത് അസ്യൂം ചെയ്യാം. ഇയർ 1 ഞാൻ ഓൾറെഡി ഡിപ്രിസിയേഷൻ ചെയ്തത് 30%, അതായത് 1,50,000 30% ഞാൻ ഓൾറെഡി ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിഞ്ഞ്, അഥവാ 45,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ അസറ്റിന്റെ 100%, 30 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി അസറ്റിന്റെ 70% കൂടി എനിക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. ഈ 70% ആണ് റിമൈനിങ് ഡിപ്രിസിയേഷൻ പെർസെന്റേജ്. ഓക്കെ, അതായത് ഇയർ 1 കഴിഞ്ഞപ്പോൾ ഞാൻ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ ഏരിയ എക്സ്പെൻസ് 45,000 ആണ്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ 45,000 ഞാൻ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്ത്. ഇനി ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യാൻ ബാക്കിയുള്ളത് 1,50,000 45 ലെസ് ചെയ്താൽ 1,05,000 കിട്ടും. അതായത് ഈ 1,05,000 ആണ് ഇനി ഡിപ്രിസിയേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്. അത് ഡയറക്ട്ലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു റിമൈനിങ് ഡിപ്രിസിയേഷൻ പെർസെന്റേജ്. കോസ്റ്റ് ഓഫ് അസറ്റ് 1,50,000 ആണെന്ന് നമുക്കറിയാം. ഇൻറ്റു റിമൈൻ ഡിപ്രിസിയേഷൻ പെർസെന്റേജ് ആണ്. നമ്മൾ ഓൾറെഡി ചെയ്തതല്ല, ഇനി ചെയ്യാൻ അത്ര ബാക്കിയുള്ളത്. ഓൾറെഡി ചെയ്തതാണ് ഈ 30%. 30% കഴിഞ്ഞാൽ ബാക്കി 70% കൂടിയാണ് നമ്മൾ ചെയ്യാൻ ബാക്കിയുള്ളത്. ഇതാ 1,50,000 ഇൻറ്റു 70% ചെയ്താൽ 1,05,000 നിങ്ങൾക്ക് കിട്ടും. അതിപ്പോ നിങ്ങൾ ഏതൊന്നും വേണ്ട, മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ, അപ്പം ഇയർ 1 അസറ്റിന്റെ വാല്യൂ ഈ കേസിൽ 1,05,000 ബുക്ക് വാല്യൂ. ഓക്കെ, അത് നമ്മൾ പേഴ്സൻറ്റേജ് മെത്തേഡിലൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാൻ റഫ് ആയിട്ട് ഒരു പെർസെന്റേജ് എന്നാ ഇയർ 1 30. ഓക്കെ, സോ എന്താ നമ്മളിപ്പോ എന്തിനാണ് പഠിച്ചതെന്ന് വെച്ചാൽ, ഇതാ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ, ഇതാ ടെർമിനൽ ക്യാഷ് ഫ്ലോയുടെ ഒരു ഫോർമാറ്റിൽ ഫസ്റ്റത്തെ ഐറ്റം ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ നമുക്കറിയാം. അഡ്ജസ്റ്റ്മെന്റ്സിൽ ഈ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോയിലെ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് കൂടി ചെയ്താൽ ടെർമിനൽ ക്യാഷ് ഫ്ലോയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാ സാൽവേജ് വാല്യൂ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് ആണ്, ഞാൻ ആഡ് ചെയ്തു. ഡിസ്പോസൽ കോസ്റ്റ് എന്റെ ചെലവാണ്, ഞാൻ ലെസ് ചെയ്തു. ടാക്സ് എക്സ്പെൻസ് ആണെങ്കിൽ ഞാൻ ലെസ് ചെയ്യണം, ടാക്സ് സേവിങ്സ് ആണെങ്കിൽ ആഡ് ചെയ്യണം അല്ലെ. ഇനി റിലീസ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അതും ആഡ് ചെയ്യണം. ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് ആണ്. ഈ സാൽവേജ് വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഡിസ്പോസൽ കോസ്റ്റ് എത്രയാണെന്ന് നമുക്കറിയാം. റിലീസ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ടാവും. പക്ഷേ ഇതാ നമുക്ക് ശ്രദ്ധിച്ചോ, ഇതിന്റെ നടുവിൽ കുടുങ്ങി കിടക്കുന്ന ടാക്സ് എക്സ്പെൻസ് ഓർ ടാക്സ് സേവിങ്സ് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തരില്ല. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ഇത്ര ടാക്സ് അടിക്കണം, ഇത്ര ടാക്സ് സേവിങ്സ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്ട്ലി ഇതല്ല, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
നമുക്ക് സാൽവേജ് വാല്യൂ കിട്ടിയത് അതിന്റെ ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാക്സ് എക്സ്പെൻസും ടാക്സ് എയിംസും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓരോ കേസ് പഠിക്കും. ഫസ്റ്റ് സിമ്പിൾ ഉള്ള ചെയ്ത് 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 ടഫ് ഉള്ളിലേക്ക് കയറി വരാം. ഓക്കെ, അങ്ങനെ എക്സ്ട്രീമിലേക്ക് നമ്മൾ പോകും. അതും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇന്റർനിങ് അതായത് ടെർമിനൽ ക്യാഷ് ഫ്ലോ എല്ലാ സംഭവവും നമുക്ക് സെറ്റായി. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടെർമിനൽ ക്യാഷ് ഫ്ലോ അഡ്ജസ്റ്റ്മെന്റ് കൂടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടും. ഓക്കെ, അതിന്റെ മുന്നേ നമുക്ക് ഈ എത്രയാണ് ടാക്സ് എക്സ്പെൻസ് ഓർ ടാക്സ് സേവിങ്സ്, അതായത് നമുക്ക് കിട്ടിയ ഈ സാലറേജ് വാല്യൂ ഒന്നെങ്കിൽ ലാഭത്തിനായിരിക്കും അല്ലെങ്കിൽ നഷ്ടത്തിനായിരിക്കും അല്ലെ. ഒന്നെങ്കിൽ ലാഭമാണ് അങ്ങോട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും, നഷ്ടമാണ് ടാക്സ് ഇങ്ങോട്ട് കിട്ടൂല, ടാക്സ് സേവിങ്സ് കിട്ടും. ആ എമൗണ്ട് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടില്ലേ, ഇതൊക്കെ ചെയ്തിട്ടില്ലേ? ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ ബുക്ക് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, പെർസെന്റേജ് മെത്തേഡ് ആണെങ്കിൽ ബുക്ക് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക നോട്ടിലില്ലേ? ഉണ്ട്. ബാക്കിയുള്ള ഇതൊന്നും വേണ്ട. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത ഹെഡിങ് ആയിരിക്കും കാൽക്കുലേഷൻ ഓഫ് ടാക്സ് എക്സ്പെൻസ് ഓർ ടാക്സ് സേവിങ്സ് ആൻഡ് ക്യാഷ് ഫ്ലോ. ഒരു 7 മിനിറ്റും കൂടി ഉണ്ട്. ബേസിക് ആയിട്ടുള്ള ഒരു സാധനം ചെയ്തിട്ട് ഒരു 1-2 ഹോംവർക്ക് ആണ്. എന്നിട്ട് ബാക്കി നാളെ രാവിലെ നാളെ ക്ലാസ് യൂസ് ചെയ്യും. കാൽക്കുലേഷൻ ഓഫ് ടാക്സ് എക്സ്പെൻസ് ഓർ ടാക്സ് സേവിങ്സ് ആൻഡ് ക്യാഷ് ഫ്ലോ. ഇങ്ങനെ തന്നെ ഒരു ഹെഡിങ് കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ പ്രൊജക്ടിന്റെ അവിടെ ശ്രദ്ധിച്ചോ, പ്രൊജക്ടിന്റെ ലൈഫ് കഴിഞ്ഞാൽ അതിന് ബുക്ക് വാല്യൂ ഒന്നും ഇല്ലല്ലോ, സീറോ അല്ലേ. അങ്ങനെയാണെങ്കിൽ ബുക്ക് വാല്യൂ എപ്പോഴും സീറോ ആയിരിക്കില്ലേ നമ്മൾ വിൽക്കുമ്പോൾ? അങ്ങനെ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഡൗട്ട് വന്നാൽ ഇത്ര ചിന്തിച്ചാൽ മതി. ചില കേസിൽ നമ്മൾ ഇയർ 5-ലായിരിക്കും വിൽക്കുക. ഇയർ 5 തന്നെ വിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇയർ 4-ലാകുമ്പോൾ നമ്മൾ മെഷീൻ കംപ്ലീറ്റ് ആയി പോയി, നമുക്ക് പെട്ടെന്ന് വിറ്റിട്ട് അടുത്ത മെഷീൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഇയർ 4 തന്നെ വിറ്റൂടെ, അല്ലെങ്കിൽ ഇയർ 3 തന്നെ വിറ്റൂടെ, ഏത് സമയത്തും വിൽക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിൽക്കുന്ന സമയത്ത് ബുക്ക് വാല്യൂ ചിലപ്പം അവിടെ ഒരു എമൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിൽക്കുന്ന സാലറേജ് വാല്യൂ ആയിട്ട് ബുക്ക് വാല്യൂനെ കമ്പയർ ചെയ്യണം. സോ കാൽക്കുലേഷൻ ഓഫ് ടാക്സ് എക്സ്പെൻസ് ഓർ ടാക്സ് സേവിങ്സ് ആൻഡ് ക്യാഷ് ഫ്ലോ. നമ്മൾ ടാക്സ് കൊടുക്കണോ അല്ലെങ്കിൽ ടാക്സ് ഇങ്ങോട്ട് കിട്ടുമോ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു കേസ് നോക്കാം. വളരെ സിമ്പിൾ ആണ്, അത് നിങ്ങൾ ചെയ്യണം. കേസ് 1, ബുക്ക് വാല്യൂ ബ്രാക്കറ്റിൽ ഞാൻ അണ്ടർ ടാക്സ് പർപ്പസ്, ടാക്സ് പർപ്പസിലെ അതായത് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ രീതിയിലുള്ള, എന്തിനാ പറയാ അവിടെ അണ്ടർ ടാക്സ് പർപ്പസ് എന്ന് പറയുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതാ, നമ്മൾ ബേബി രണ്ട് രീതിയിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. നോർമലി നമ്മൾ ബുക്ക് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു രീതിയിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ടാക്സ് പർപ്പസിന് വേറെ രീതിയിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ രീതിയിലായിരിക്കണം നമ്മൾ ഡിപ്രിസിയേഷൻ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന ഇയേഴ്സിലേക്ക് ആയിരിക്കണം നമ്മൾ ഡിപ്രിസിയേഷൻ ചെയ്യേണ്ടത്. അതായത് യൂസ്ഫുൾ ലൈഫും ഡിപ്രിസിയേഷൻ മെത്തേഡും പെർസെന്റേജും ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തോന്നിയ പോലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റൂൾസ് ഫോളോ ചെയ്തിട്ടേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ ടാക്സ് പർപ്പസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ അഥവാ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ അസറ്റിന്റെ വാല്യൂ അതാണ് നമ്മുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ നമ്മളെ ബുക്ക് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മേ ബി ബുക്ക് കീപ്പിങ്ങിന് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇവിടെ ശ്രദ്ധിച്ചോ, ഇതിലെ ബുക്ക് വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കണമെന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഡിഫറൻസ് വരാം. നമ്മൾ രണ്ട് രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ബുക്ക് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ ബാലൻസ് ഷീറ്റിലെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്, ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ ടാക്സ് പർപ്പസിന് ഒറ്റ രീതിയിൽ ഉണ്ടാക്കിയുള്ളതെങ്കിൽ ഒരു രീതിയിൽ ഉണ്ടാവുള്ളൂ. ഇനി ഇൻ കേസ് നമ്മൾ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ടാക്സ് കൊടുക്കണോ അറിയാനൊക്കെ വേണ്ടിയിട്ട് ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബുക്ക് വാല്യൂ ഇവിടുത്തെ ബുക്ക് വാല്യൂ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. എപ്പോഴും സെയിം ആയിരിക്കണമെന്നില്ല. നമ്മൾ ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ടാക്സ് പർപ്പസിൽ ബുക്ക് വാല്യൂ ആണ്.
ഓക്കെ, ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ രീതിയിൽ ഡിപ്രിസിയേഷൻ ചെയ്തിട്ട് നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ എത്രയാണ് ഓരോ നമ്മൾ വിൽക്കുന്ന സമയത്ത്, അതായത് സാൽവേജ് വാല്യൂ കിട്ടുന്ന സമയത്ത് എത്രയാണ് അസറ്റിന് ബുക്ക് വാല്യൂ, അതാണ് ടാക്സ് പർപ്പസിൽ എത്രയാണ് നമ്മൾ അസറ്റിന് ബുക്ക് വാല്യൂ, ഈ ബുക്ക് വാല്യൂ ആണ് നമ്മൾ എടുക്കാൻ. നമ്മളെ ബുക്ക് കീപ്പിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് അണ്ടർ ടാക്സ് പർപ്പസ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതി. ക്വസ്റ്റ്യനിൽ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റ രീതിയിലേ തന്നിട്ടുള്ളെങ്കിൽ നമ്മൾ ആ ബുക്ക് വാല്യൂന് എടുത്താൽ മതി. ഇനി ക്വസ്റ്റ്യനിൽ ഇൻ കേസ് പറയാണ് ബുക്ക് കീപ്പിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബുക്ക് വാല്യൂ 1,00,000 ബുക്ക് കീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബുക്ക് കീപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബുക്ക് കീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 1,00,000 ടാക്സ് പർപ്പസിൽ, അതായത് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ രീതിയിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അസറ്റിന്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ബുക്ക് വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ 1,50,000 ആണെങ്കിൽ അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരാനുണ്ട്. ഓക്കെ, അതൊക്കെ എക്സ്ട്രീം കേസ് ആണ്. ഇവിടെ എന്തുകൊണ്ട് ഞാൻ ഇവിടെ അണ്ടർ ടാക്സ് പർപ്പസ് ബ്രാക്കറ്റിൽ എഴുതി എന്നുള്ളതിന് ഒരു തെളിവാണ് പറഞ്ഞത്. ഇവിടെ ഫിനാൻഷ്യൽ ബുക്ക് കീപ്പിംഗ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ബുക്ക് വാല്യൂ 1,00,000 ടാക്സ് പർപ്പസിന്റെ രീതിയിലുള്ള ബുക്ക് വാല്യൂ 1,50,000 ആണെങ്കിൽ നമ്മൾ ഈ 1,50,000 ആണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അലോ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഡിപ്രിസിയേഷനെ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പ്രകാരം ചെയ്ത ഡിപ്രിസിയേഷന്റെ ബാക്കി എത്ര ഡിപ്രിസിയേഷൻ ആണ് ബാക്കി ചെയ്യാൻ ഉള്ളതെന്നുള്ള രീതിയിലുള്ള ആ ഒരു ബുക്ക് വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അഥവാ ടാക്സ് പർപ്പസിലുള്ള ബുക്ക് വാല്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടില്ലേ? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? വേണ്ട. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റത്തെ കേസ് മോസ്റ്റ് ഓഫ് ദ കേസിലും ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ. ഇനി എങ്ങാനും ക്വസ്റ്റ്യനിൽ രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി തരുന്നതാണ്. അപ്പം നമ്മളെപ്പോഴും ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ള ബുക്ക് വാല്യൂ ആയിരിക്കണം ചൂസ് ചെയ്യുന്നത്. അതായത് മേ ബി നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ ഇന്ത്യൻ ഗ്യാസ് ഫ്ലോയിൽ നോർമലി കുട്ടികൾ അങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്തുകൊണ്ട് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ട് ഫോളോ ചെയ്തിട്ടുള്ള ഡിപ്രിസിയേഷൻ തന്നെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഇവിടെ ശ്രദ്ധിച്ചോ. ഈ കേസിൽ നമ്മൾ ഇന്ത്യൻ ഗ്യാസിൽ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഏണിങ്സ് 2,20,000 അല്ലെ. 2,20,000 ആണ് നമ്മൾ ഉണ്ടാക്കിയ ഏണിങ്സ്. ഞാൻ ഇവിടെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയത് 1,00,000 ആണ്. അത് ലെസ് ചെയ്തപ്പോൾ 1,20,000 മേലെയാണ് ടാക്സ് കൊടുത്തപ്പോൾ 48,000 ടാക്സ് കൊടുക്കേണ്ടി വന്നു അല്ലെ. 48,000. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നിയ പോലെ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്റെ ഡിപ്രിസിയേഷൻ 2,20,000 ആണെന്ന് എനിക്ക് കാണിച്ചാൽ പോരെ. അങ്ങനെയാണെങ്കിൽ എന്റെ ഏണിങ്സ് സീറോ ആവും, ഒരു ടാക്സും അടയ്ക്കേണ്ട. അങ്ങനെ ചിന്തിച്ചൂടെ? പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റൂല. കാരണം ഈ ഡിപ്രിസിയേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എമൗണ്ട് 1,00,000 അത് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അലോ ചെയ്യുന്ന ഡിപ്രിസിയേഷൻ മെത്തേഡാണ്. അവർ പറഞ്ഞ രീതിയിൽ അവരുടെ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കിട്ടിയത്. അത് തന്നെ ഫോളോ ചെയ്യണം. അവർക്ക് കറക്റ്റ് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കൂട്ടി കാണിച്ചിട്ട് ഈ നമ്മളെ പ്രോഫിറ്റ് സീറോ ആക്കിയിട്ട് ടാക്സ് അടിക്കാതിരുന്നൂടെ? അങ്ങനെ ചെയ്താൽ പോരെ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അലോ ചെയ്തിട്ടുള്ള ഡിപ്രിസിയേഷൻ മെത്തേഡും യൂസ്ഫുൾ ലൈഫും ഒക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആ രീതിയിൽ നമുക്കൊരു ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് കിട്ടും. അതേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ അപ്പം പറഞ്ഞ മനസ്സിലായിട്ടില്ല? അവസാനം പറഞ്ഞു. ഓക്കെ, നമുക്ക് തോന്നിയ പോലെ ഡിപ്രിസിയേഷൻ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനൊക്കെ അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ ടാക്സ് അതോറിറ്റി പറഞ്ഞ രീതിയിലുള്ള ഡിപ്രിസിയേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്ക് വാല്യൂ അത് എത്രയാണോ അതാണ് നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ബുക്ക് വാല്യൂ അണ്ടർ ടാക്സ് പർപ്പസ് ഈ ഒരു കേസിൽ സീറോ ആണ്. ഓക്കെ, ബുക്ക് വാല്യൂ ഒന്നുമില്ല, കംപ്ലീറ്റ് നമ്മൾ ഡിപ്രിസിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് കിട്ടിയ സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. ഓക്കെ, ഇതിന്റെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 40% ആണ്. ഓക്കെ, അതായത് ഇവിടെ ശ്രമിച്ചത് ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്തപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ നിങ്ങൾ അതെന്താ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ അസറ്റ് ഡിസ്പോസ് ചെയ്തപ്പോൾ ഞാൻ ടാക്സ് അങ്ങോട്ട് കൊടുത്തോ അല്ലെങ്കിൽ ടാക്സ് ഇങ്ങോട്ട് കിട്ടിയോ എന്ന് കണ്ടുപിടിക്കാം. അതൊരു സൈഡിൽ കണ്ടുപിടിക്കുക. ഇനി റൈറ്റ് സൈഡിൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഇതാ ഫസ്റ്റ് ദിവസം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 9/2 ഒരു 3 കഴിയും. ഇതാ നിങ്ങൾ ഇങ്ങനെ അലച്ചാൽ മതി. ഇതാ
എനിക്ക് കിട്ടിയ സാൽവേജ് വാല്യൂ 10,000 ആണ്. ഓക്കെ, അതിനെ ഞാൻ എന്റെ ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. നിങ്ങൾ ചെയ്തോ. എന്നിട്ട് എത്ര ടാക്സ് അങ്ങോട്ട് അടയ്ക്കണമെന്ന് എനിക്ക് പറഞ്ഞു. ടാക്സ് അടയ്ക്കണോ അല്ലെങ്കിൽ ടാക്സ് ഇങ്ങോട്ട് കിട്ടുമോ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതിക്കോ. റൈറ്റ് സൈഡിൽ ടാക്സ് എക്സ്പെൻസ് ഓർ ടാക്സ് സെയിൽസ്. ആ, പറഞ്ഞോ. 4,000. അതെ, 4,000 ആണ്. അപ്പോൾ ടാക്സ് എക്സ്പെൻസ് ആണോ ടാക്സ് സേവിങ്സ് ആണോ എന്ന് ഓഫീസർക്ക് കിട്ടി. ടാക്സ് എക്സ്പെൻസ് ആണോ സേവിങ്സ് ആണോ 4,000? എക്സ്പെൻസ്, ടാക്സ് എക്സ്പെൻസ്. എക്സ്പെൻസ് അല്ലേ? എക്സ്പെൻസ് ആണ്. സാൽവേജ് വാല്യൂ ഫുൾ പ്രോഫിറ്റ് ആണ്. അതെ 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 അതെ. അപ്പോൾ ഞാൻ അതാണ് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് ക്യാഷ് ഫ്ലോയിലേക്ക് കിടക്കും. സോ ഇവിടുത്തെ കേസിൽ എനിക്ക് കിട്ടിയത്, ഈ അസറ്റ് വിറ്റപ്പോൾ എനിക്ക് കിട്ടിയത് 10,000 ആയിരുന്നു അല്ലെ. ഞാൻ വിറ്റ സമയത്ത് അതിന്റെ ടാക്സ് പർപ്പസ് പ്രകാരമുള്ള ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 0. അതായത് 0 വാല്യൂ ഉള്ള ഒരു അസറ്റ് ആണ് ഞാൻ 10,000-ന് വിറ്റത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടിയ 10,000 കംപ്ലീറ്റ് ഗെയിൻ ആയിരിക്കും. എന്താ ഗെയിൻ ആണെങ്കിൽ ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, എന്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ 10,000. ഈ കംപ്ലീറ്റ് 10,000 എന്റെ ഗെയിനാണ്. അങ്ങനെയാണെങ്കിൽ ഈ 10,000-ന്റെ 40% ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരും, അഥവാ ടാക്സ് എക്സ്പെൻസ്. ഓക്കെ, 10,000-ന്റെ 40% പറഞ്ഞാൽ 4,000 ആണ് എന്റെ എന്ത് ടാക്സ് എക്സ്പെൻസ്. ഓക്കെ, അപ്പം ഈ ഒരു അസറ്റ് റിലേറ്റ് ചെയ്തിട്ട് ടാക്സ് എക്സ്പെൻസ് ആണോ ടാക്സ് സേവിങ്സ് ആണോ എന്ന് എനിക്ക് മനസ്സിലായി. ഈ അസറ്റ് വിറ്റപ്പം 10,000 ലാഭം ഉള്ളതുകൊണ്ട് ഒരു 4,000 ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇനി ഇത് റിലേറ്റ് ചെയ്തിട്ട് ഈ അസറ്റിന്റെ ഡിസ്പോസൽ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോസ്, ഏതൊക്കെ ക്യാഷ് ഫ്ലോസ് ആണ് എനിക്ക് കിട്ടിയത്, ഏതൊക്കെ ക്യാഷ് ഫ്ലോസ് ആണ് ഞാൻ അങ്ങോട്ട് കൊടുത്തത്. അതായത് നമ്മൾ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കാണുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോയിലെ. അല്ല സോറി, ടെർമിനൽ ക്യാഷ് ഫ്ലോ കാണുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിലെ സാലറീസ് വാല്യൂ നമ്മൾ ടാക്സ് എക്സ്പെൻസ് ഓർ ടാക്സ് സേവിങ്സ് മാത്രമേ നമ്മൾ ഇവിടെ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് കാൽക്കുലേറ്റ് ചെയ്യാം. തൽക്കാലം അത് മാത്രം റിലേറ്റ് ചെയ്തിട്ട്, അതായത് ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ അസറ്റ് ഡിസ്പോസ് ചെയ്തപ്പോൾ എനിക്ക് എത്ര ക്യാഷ് കിട്ടി. ഓക്കെ, എനിക്ക് ഇങ്ങോട്ട് കിട്ടിയത് ഏതൊക്കെ, അങ്ങോട്ട് കൊടുത്തത് ഏതൊക്കെ. അപ്പൊ എനിക്ക് കിട്ടിയതിൽ നിന്നും കുറച്ച് പോയത് ലെസ് ചെയ്താൽ നെറ്റ് എത്ര ക്യാഷ് എനിക്ക് കിട്ടി എനിക്ക് മനസ്സിലാവും അല്ലെ. സോ ഈ അസറ്റ് ഡിസ്പോസ് ചെയ്തപ്പോൾ എന്തൊക്കെ ക്യാഷ് എനിക്ക് ഇങ്ങോട്ട് കിട്ടി എന്ന് പറഞ്ഞത്. എനിക്ക് ഇങ്ങോട്ട് കിട്ടിയ ക്യാഷ് ഏതാ? അതെ, 10,000. അതെ, 10,000 ഇങ്ങോട്ട് കിട്ടി. കാരണം അതെ, 10,000 ഇങ്ങോട്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഞാൻ അസറ്റ് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്തപ്പോ അത് ആക്രിക്കടക്കാർക്ക് കൊടുത്തപ്പം അവരൊരു 10,000 രൂപ എനിക്ക് തന്നു അല്ലെ. സോ ആ 10,000 രൂപ എന്റെ കൈമിലുണ്ടപ്പോ ഇതാ ഞാൻ അത് ആഡ് ചെയ്തു. പ്ലസ് സാൽവേജ് വാല്യൂ. സാൽവേജ് വാല്യൂ എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ 10,000 ആണ്. വേറെ ഒന്നും കിട്ടിയിട്ടില്ല അല്ലെ. ഞാൻ അങ്ങോട്ട് എന്താ കൊടുത്തത്, എന്റെ കൈമൽ എന്താ പോയത്, ടാക്സ് ടാക്സ് എക്സ്പെൻസ്. അല്ലെ. 10,000 കിട്ടി. ആ 10,000 കംപ്ലീറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിലൊരു 4,000 ഗവൺമെന്റിലേക്ക് ഞാൻ ടാക്സ് പേ ചെയ്യണം. ഇതാ ഞാൻ ടാക്സ് എക്സ്പെൻസ് ഒരു ഔട്ട്ഫ്ലോ ആയിട്ട് ഞാൻ ലെസ് ചെയ്തു 4,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ അസറ്റ് ഡിസ്പോസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ വെറും 6,000. കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നെറ്റ് ക്യാഷ് ഇൻഫ്ലോ. നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എന്ന് ഞാൻ എഴുതിയത് ഈ 6,000 എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാ. ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരുന്ന കേസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ഒരു 3-4 കേസ് ഡിസ്കസ് ചെയ്യും. സോ എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിലാണ് എഴുതേണ്ടത്. അതായത് ഇതാണ് കേസ്. ആ ഈ ഒരു അസറ്റ് ഡിസ്പോസ് ചെയ്തപ്പോൾ ടാക്സ് എത്ര കൊടുക്കണം എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞ എമൗണ്ട് ഡയറക്ട്ലി നമ്മളെ ക്യാഷ് ഫ്ലോനെ എഫക്ട് ചെയ്തോ? ഇല്ല, നമ്മളെ ക്യാഷ് ഫ്ലോയിൽ എവിടെയും ബുക്ക് വാല്യൂ വന്നിട്ടില്ല. സാലവേജ് വാല്യൂ ടാക്സ് എക്സ്പെൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയ ക്യാഷും അങ്ങോട്ട് കൊടുത്ത ക്യാഷ് മാത്രമേ നമ്മൾ അതിലേക്ക് വന്നിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഈ ബുക്ക് വാല്യൂ ഇവിടെ യൂസ് ചെയ്തു? ഈ ടാക്സ് എക്സ്പെൻസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം, എത്രയാണ് ഇതിന്റെ ലാഭം എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ബുക്ക് വാല്യൂ ജസ്റ്റ് കമ്പയർ ചെയ്തത് സാലവേജ് വാല്യൂ ആയിട്ട്. അല്ലാണ്ട് ബുക്ക് വാല്യൂ ഡയറക്റ്റ്ലി എന്റെ ക്യാഷ് ഫ്ലോനെ എഫക്ട് ചെയ്യുന്നില്ല. മനസ്സിലായിട്ടില്ലേ? സോ ഇത് ബേസിക് സാധനമാണ്. അതായത് ഇവിടെ എന്താ സംഭവിച്ചത്, 10,000 വിറ്റപ്പ് കിട്ടി, അത് കംപ്ലീറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് ഫുള്ള് ലാഭമായിട്ട് അതിലൊരു 40% ഞാൻ ടാക്സ് അടച്ചപ്പോൾ 4,000 ഞാൻ 10,000 4,000 എനിക്ക് ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്തു. റിമൈനിങ് ആയിട്ടുള്ള 6,000 ആണ് ഈ അസറ്റ് ഡിസ്പോസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട്. ഓക്കെ അല്ലേ? ഇത് നോട്ടിലേക്ക് എഴുതിക്കോ. അടുത്ത കേസ്, ഒരു കേസ് ഞാൻ ഹോംവർക്ക് തരാം, ബാക്കിയുള്ള നമുക്ക് നാളെ മെല്ലെ ഡിസ്കസ് ചെയ്യാം. ഞാൻ സാറിന് അയച്ചു കൊടുക്കട്ടോ, സാർ ഗ്രൂപ്പിലേക്ക് അയക്കും. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ബുക്ക് വാല്യൂ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ടാക്സ് എക്സ്പെൻസ് ആണോ സേവിങ്സ് ആണോ എന്ന് ഇവിടെ കാണാം. അപ്പുറത്ത് ഈ അസറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോ എത്രയാണ്, ക്യാഷ് നെറ്റ് ക്യാഷ് ഔട്ട് ഫ്ലോ
കിട്ടിയത് എഴുതാ, പോയത് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് നെറ്റ് ആയിട്ട് എത്ര കിട്ടിയത് അല്ലെങ്കിൽ നെറ്റ് ആയിട്ട് എത്ര പോയത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ എമൗണ്ട് എഴുതുമ്പോൾ മനസ്സിലാക്കി എഴുതണേ, ഇവിടുന്ന് ഒന്നും മൈൻഡിലുണ്ടാവണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ? ഇല്ല. സോ നാളെ നമ്മളിപ്പോ ഏറ്റവും ബേസിക്സ് ആണ് ഈ കേസ് വൺ പറഞ്ഞാൽ വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനം ഈ കേസ് വൺ. അത് ഒന്ന് ടഫ് കൂട്ടി 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 നമ്മൾ എക്സ്ട്രീം സാധനം ചെയ്യും. ഓക്കെ, അങ്ങനെ ഏത് രീതിയിൽ സാലറി വാല്യൂ ഉണ്ടെങ്കിലും അല്ല ബുക്ക് വാല്യൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ടാക്സ് കൊടുക്കണോ വേണ്ടതെന്ന് മനസ്സിലാക്കാൻ പഠിക്കും നമ്മൾ. എന്നിട്ട് അതെന്ത് നമ്മൾ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ യൂസ് ചെയ്യും. ഇത് ടെർമിനൽ ക്യാഷ് ഫ്ലോ ആണ് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പക്ഷേ ടെർമിനൽ ക്യാഷ് ഫ്ലോയിലെ ഈ ഐറ്റംസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് റിലീസ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും മുകളിൽ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ എന്നൊക്കെ കൊണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. തൽക്കാലം ഇത് മതി. ഓക്കെ, സോ കേസ് 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ സാറിന് അയച്ചു കൊടുക്കാം. എന്നിട്ട് നാളെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയെല്ലാം കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നാളെ 7 PM. താങ്ക് യു. Sir, thank you. Thank you, sir. Okay. Thank you. Thank you, sir. Okay.